ഗുഡ് ഈവനിങ്. നമുക്കൊരു ഫ്രൂട്ട് സാൻഡ്വിച്ച് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനായി കുറച്ച് സാധനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഞാനത് വാങ്ങിയിട്ട് വരാം. ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ബനിയൻ ടൈപ്പ് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണേ. നമുക്ക് വേഗം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. നേന്ത്രപ്പഴവും കിവിയും ആപ്പിളും മാമ്പഴവുമാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് തേനൂടെ കരുതാം. ആപ്പിളിൻ്റെ തൊലി ചെത്തി മാറ്റിയതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിയുക. നേന്ത്രപ്പഴവും കിവിയും ഇതുപോലെ വളരെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞതിന് ശേഷം ഓരോരോ ബൗളിലായിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കുക. ഞാൻ 4 കഷ്ണം ബ്രെഡാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അരിക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ ബ്രെഡിലേക്ക് നമുക്ക് സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കാം. ചീസിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കിവിയൊക്കെ ആഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ഇതുപോലെ നന്നായി ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം മധുരം വേണ്ടിയവർക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആഹാ, എന്ത് ഭംഗിയാണല്ലേ! അതുപോലെ കഴിക്കാൻ തോന്നും. കഴിഞ്ഞിട്ടില്ല. ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചെറുതായി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചിടാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബ്രെഡ് കിട്ടണം. ബ്രെഡ് നല്ല പാകത്തിന് ബട്ടറിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാൻഡ്വിച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. പുളിയും മധുരവും നല്ല ക്രിസ്പിനെസ്സും ഒക്കെയുള്ള ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ ഒരു സാൻഡ്വിച്ചിന്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ രുചി കൊണ്ട് മാത്രമല്ല, ഇത് ഹെൽത്തിയുമാണേ. അപ്പോൾ വീണ്ടും കാണാം.